ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇത് ഞാൻ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നാണ്, സൽഗോയുടെ വീട്ടിൽ വന്നാണ്. അപ്പം അവൾ എന്നോട് പറഞ്ഞു നമുക്ക് അടുത്തൊരു ചെടിയൊക്കെ കിട്ടുന്ന ഒരു കടയുണ്ട്, നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാമെന്നേ. ആൾക്കും ഭയങ്കര ഇഷ്ടമാണ് പൂക്കളൊക്കെ. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുള്ള കാര്യം, നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ പോകുമ്പോൾ ഒരു അടിപൊളിയായിരിക്കുമല്ലോ. അപ്പം ഞങ്ങൾ പിള്ളേരെയൊക്കെ വീട്ടിലിരുത്തിയിട്ട് പതുക്കെ ഞങ്ങളിങ്ങനെ ഈ കടയിലേക്ക് വന്നേ. അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ കേട്ടോ, കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ, നിറച്ച് ഫ്ലവറാണ്. പൂക്കളും ചെടികളൊക്കെ ഇഷ്ടമുള്ളവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കടയിൽ വരുന്നത് തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കും കേട്ടോ. അപ്പം ഞങ്ങൾ കുറേ നേരമൊക്കെ ഇങ്ങനെ അതിങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് വാങ്ങിക്കണ കാര്യത്തെപ്പറ്റി ചിന്തിച്ചത്. ശരിക്കും വാങ്ങിക്കാൻ വേണ്ടി മാത്രം വന്നതല്ല, ഒന്ന് കാണാം എന്നുള്ള ആഗ്രഹത്തിലും കൂടെ വന്നതാട്ടോ. അപ്പം ഒത്തിരി ചെടികളുണ്ടായിരുന്നു, ഇങ്ങനെ വള്ളിച്ചെടികളും അതുപോലെ പലതരത്തിലുള്ള റോസ്, പിന്നെ എനിക്കറിയാം ബാക്കിയൊന്നും ചെടികളുടെ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തൊന്നുമില്ല. അപ്പം ഇതെല്ലാം കണ്ട് ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നടന്നു കേട്ടോ. ഇങ്ങനെ പുറത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഇതില്ലേ ചെമ്പരത്തിപ്പൂ ഉണ്ടായിരുന്നു, ചെമ്പരത്തി ഉണ്ടായിരുന്നു. അത് തന്നെ ഞങ്ങൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ അത് ഇൻഡോറും കണ്ടു കേട്ടോ. അപ്പം അത് വീണ്ടും ഞങ്ങൾ എടുത്തു ചോദിച്ചു, നമ്മുടെ നാട്ടിലിങ്ങനെ പുറത്തല്ലേ കണ്ടുള്ളൂ. അപ്പോൾ അത് എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അത് ഞാനൊരു ഒരു ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ നേരമൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആണെങ്കിൽ ഒരു റോസ് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ അവൾ അതിൻ്റെ റെഡും ഞാൻ അതിൻ്റെ സെയിം തന്നെ യെല്ലോയും ആണ് എടുത്തത്. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ കമ്പ് വെട്ടി വെച്ചാൽ റോസ് കിളുത്ത് കിട്ടുന്നില്ല കേട്ടോ, എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പല ട്രിക്ക് ഉപയോഗിച്ച് നോക്കി, അലോവേരയിലും ഹണിയിലൊക്കെ മുക്കി വെച്ച് നോക്കി, പക്ഷെ ഒരു തരത്തിലും അത് ഇതായി വരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇങ്ങനെ ചെടി തന്നെയായിട്ട് വാങ്ങിക്കാമെന്ന് ഓർത്തു. അപ്പം ഞങ്ങൾ അങ്ങനെ 2 കളർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മൊത്തം പച്ചക്കറിയുടെ സെക്ഷനാട്ടോ, അതായത് മുളകും അതുപോലെ ക്യാബേജ്, കുക്കുംബർ, പിന്നെന്താ പൊട്ടറ്റോ, ടൊമാറ്റോ, അങ്ങനെയുള്ള കുറേ ബീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ബീൻസും അതുപോലെ ടൊമാറ്റോ, പൊട്ടറ്റോ ഒക്കെ ഓൾറെഡി നട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഭാഗത്തേക്ക് അത്ര നോക്കിയില്ല. പിന്നെ ഞാൻ വാങ്ങിച്ചത് ക്യാബേജാണ് കേട്ടോ. ക്യാബേജിൻ്റെ ഒരു 6 ഇതുണ്ടായിരുന്നു, ചെറിയ തൈകളായിട്ട്. അപ്പോൾ അത് വാങ്ങിച്ചു. പിന്നെ ഈ ചുമന്ന ഇത് കണ്ടോ, അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അതിശയമായിരുന്നു, ചീരയാണോ എന്ന്. അപ്പോൾ ഞാൻ സൽഗോ എടുത്ത് പറഞ്ഞു, സൽഗോ ഒന്ന് വന്ന് നോക്ക്, ഇത് ചീരയാണോ, അതേ ചീരയുടെ എന്തെങ്കിലും വകഭേദമാണോ എന്നൊക്കെ നോക്കാൻ. അപ്പം ഞങ്ങൾ ഇത് ട്രാൻസ്ലേറ്ററിലൊക്കെ അടിച്ച് നോക്കി കഴിഞ്ഞപ്പം അതിൻ്റെ എന്തോ ഒരു വകഭേദമാണ്, പക്ഷെ നമുക്കൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മളത് വാങ്ങിച്ചില്ല കേട്ടോ. അതിൻ്റെ ഇലയൊക്കെ ഏകദേശം ഒരു ചുമന്ന ഒരില പോലെ ഉണ്ടായിരുന്നു. നമ്മൾ വാങ്ങിച്ചില്ല, പക്ഷേ ഇങ്ങനെ കണ്ട് അതാണോ എന്ന് ഒരു സംശയം ഞങ്ങൾ പറഞ്ഞ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെ മുളകിൻ്റെ പല വെറൈറ്റീസാണ്. പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറി കേട്ടോ, ഇൻഡോർ പ്ലാന്റ്സിൻ്റെ. അയ്യോ, ഓർക്കിഡും ആന്തൂറിയും കണ്ട് ഞങ്ങളിങ്ങനെ കണ്ണ് മഞ്ഞളിച്ചെന്ന് പറഞ്ഞ പോലെ എന്തോരം കളറാണെന്നോ, ഒത്തിരി ഡിഫറെൻറ്റ് കളറുണ്ടായിരുന്നേ. നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അത് കുറേ നേരം നോക്കി. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഫ്ലവേഴ്സ് ഇഷ്ടമായതുകൊണ്ട് തന്നെ കുറേ ടൈം വെറുതെ അതിനകത്ത് നോക്കി കളഞ്ഞു കേട്ടോ. ഒന്നും വാങ്ങിച്ചില്ലേലും അങ്ങനെ നോക്കി കളഞ്ഞു. ഞാൻ ഇൻഡോർ ചെമ്പരത്തിയുടെ കാര്യം പറഞ്ഞില്ല, അതാട്ടോ അത്. പിന്നെ ഇതൊക്കെ പല കളേഴ്സ്, ഒത്തിരി കളറിലുള്ള പൂക്കളാണ്. അതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. ഇത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, മറ്റേ ഫ്ലൈ ട്രാപ്പ് എന്ന് പറയുന്ന ആ ചെടിയാണ്. അപ്പം അതിൻ്റെ ചെറുതാണ്, നമ്മളിതിൻ്റെ വലുതും ഒക്കെ കാർട്ടൂണിലും ഒക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതതിൻ്റെ ചെറുതാണ്. പിന്നെ ഇത് നമ്മുടെ കള്ളിമുൾച്ചെടിയുടെ പല രീതിയിലുള്ള കാക്ടസ്, അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും ഞങ്ങൾ ഒന്നുകൂടെ പുറത്തേക്ക് ഇറങ്ങി, ഒന്നുകൂടെ ഒന്ന് കണ്ടിട്ട് കയറാമെന്ന് ഓർത്ത്. കുറേ പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ചില 2-3 ചെടിയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വാങ്ങിച്ച ചെടി എന്ന് പറയുന്നത് 2 റോസും, അവൾ ഒരു റോസ്, ഞാനൊരു റോസ്, പിന്നെ ഒരു ഇൻഡോർ ഒരു പ്ലാന്റ് അവൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പൂവായിട്ട് നിൽക്കുന്നത്. പിന്നെ ഈ ക്യാബേജും. പിന്നെ ഇത് കണ്ടു, ഇത് നമ്മുടെ നാട്ടിലെ കച്ചിയാണ്. അതിൻ്റെ പാക്കിങ് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയായിട്ട് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്തോ വലിയ സംഭവം തോന്നും. കച്ചിയാണ്. അതിൻ്റെ പുറത്ത് ഇങ്ങനെ റാബിറ്റിൻ്റെ ഒക്കെ ഇതാണ്, പടമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചുമ്മാ എടുത്തന്നേ ഉള്ളൂ. നമ്മുടെ നാട്ടിലിങ്ങനെ ഇത്ര പാക്കിങ് ഒന്നും ആയിട്ട് കച്ച് വെക്കാറില്ലല്ലോ, അതുകൊണ്ട് എടുത്താട്ടെ. അപ്പം ഞങ്ങൾ ഇതൊക്കെ വാങ്ങിച്ച്, അതിന് കൂടെ സ്ട്രോബെറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി.
അപ്പം അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞാനിത് എടുത്ത് പല സമയത്ത് ഇത് എടുത്തപ്പോഴും സാൻവി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം സാൻവിയുടെ ഒച്ചയിനകത്ത് കേൾക്കാമെന്ന് എനിക്കറിയാം. എന്നാലും ഇനി എനിക്ക് ഇത് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇത് ഇടുക കേട്ടോ. എനിക്ക് ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. നല്ല പൂക്കൾ, അവളൊരു ഡാലിയുടെ പൂവ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ, അടുത്ത വീഡിയോ കാണാം.